ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതുമായ റെയിൽ റോഡ് പാലമാണ് ബോഗിബീൽ. ആസാമിലെ ദിബ്രുഗഡ് ജില്ലയ്ക്കും ധേമാജി ജില്ലയ്ക്കുമിടയിലായി ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ 16 വർഷവും 8 മാസവും കൊണ്ട് നിർമ്മിച്ചതാണ് ബോഗിബീൽ പാലം. അരുണാചൽ പ്രദേശിലെ നാഹർലഗുണിൽ നിന്നും ആസാമിലെ ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ദിബ്രുഗഡിൽ നിന്നും രാത്രി 8 മണിക്കാണ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് പുറപ്പെടുന്നത്. 3 ദിവസം നീളുന്ന ട്രെയിൻ യാത്ര. നാഹർലഗുണിൽ നിന്നും 4 മണിക്കൂർ നീളുന്ന റോഡ് യാത്രയുണ്ട് ദിബ്രുഗഡിലേക്ക്. ആസാമിലെ 3ാമത്തെ ഏറ്റവും വലിയ പട്ടണമാണ് ദിബ്രുഗഡ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ദിബ്രുഗഡ്. ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനായ വിവേക് എക്സ്പ്രസിൻ്റെ അവസാന സ്റ്റേഷനാണ് ദിബ്രു. 3 ദിവസം നീളുന്ന ഒരു ട്രെയിൻ യാത്രയുടെ തുടക്കമാണിത്. എല്ലാവരും അവരവരുടെ ബെഡൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ്. ഇത് സെക്കൻഡ് ക്ലാസ് AC കമ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടേ ഉള്ളൂ. എങ്കിലും നല്ല വെളിച്ചമായി ഇവിടെ. ഇതിപ്പോൾ ആസാമിലെ ജാഗീർ റോഡ് എന്ന സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. ആസാമിലെ ഗുവാഹട്ടിക്ക് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ജാഗീർ റോഡ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സംസ്ഥാനമാണ് ആസാം. ഏഷ്യയിലെ തേയിലക്കൃഷിക്ക് പേരുകേട്ട സ്ഥലങ്ങളിലൊന്ന്. ആസാമിലെ തേയില പ്രസിദ്ധമാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാശിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാമിലെ ഗോതമ്പ് പാടങ്ങൾക്കിടയിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. വഴി നീളെ കൃഷിസ്ഥലങ്ങളുടെ കാഴ്ച മനോഹരമാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഗോതമ്പ് വയലുകൾ, നെൽപ്പാടങ്ങൾ, ചോളം കൃഷി ചെയ്യുന്ന പാടങ്ങൾ, ഒറ്റക്കൊമ്പുള്ള ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കാശിരംഗ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുമാണ് ആസാം. സമൃദ്ധമായി മഴ ലഭിക്കുന്നത് കൊണ്ട് പച്ചപ്പോടെ കാണപ്പെടുന്ന ആസാം കാടുകൾ. ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളുമാണ് ഈ സംസ്ഥാനത്തെ ഫലഭൂയിഷ്ടമാക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ ഗുവാഹട്ടി പട്ടണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആസാമിലെ ഏറ്റവും വലിയ പട്ടണമാണ് ഗുവാഹട്ടി. ബ്രഹ്മപുത്രയുടെ തെക്കക്കരയിലാണ് ഗുവാഹട്ടി നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിലൊന്നായ ഗുവാഹട്ടിക്ക് ക്ഷേത്രങ്ങളുടെ നഗരം എന്നൊരു പേര് കൂടിയുണ്ട്. ആധുനിക നഗര ജീവിതത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ. ബ്രഹ്മപുത്ര നദിയുടെ തീരത്തിനും ഷില്ലോങ് പീഠഭൂമിയുടെ താഴ്വരയുടെ ഇടയിലുമാണ് ഗുവാഹട്ടി നഗരം സ്ഥിതി ചെയ്യുന്നത്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ഗുവാഹട്ടി. ഇന്ത്യൻ റെയിൽവേയിലെ നിലവിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനായ വിവേക് എക്സ്പ്രസ് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. 72 മണിക്കൂർ കൊണ്ട് 4200-ലധികം കിലോമീറ്ററുകൾ താണ്ടി 3 ദിവസം കൊണ്ട് കന്യാകുമാരിയിൽ എത്തിച്ചേരുന്നു. നഗരത്തിൻ്റെ പിന്നാമ്പുറത്തെ കാഴ്ചകളാണിത്.
ഒരു വശത്ത് അതിവേഗം വികസിക്കുന്ന നഗരവും മറുവശത്ത് സാധാരണ മനുഷ്യരുടെ ജീവിതവും. ആസാമിൻ്റെ സുന്ദരമായ ഭൂപ്രകൃതിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്.